നേരത്തെ തൊട്ടേ ഉള്ളതാണ്. ഇതേ കണക്കുണ്ടെങ്കിൽ കിച്ചുവിനെ എവിടെ വെച്ചെങ്കിലും കാണുമ്പോഴത്തേക്ക് രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതോടെ തന്നെ ഉണ്ടെങ്കിൽ രേണുവിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കിച്ചുവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതി കണ്ടുവരുന്നത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ രേണു സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കിച്ചു ഏതൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചുണ്ടെങ്കിൽ ഇതാണ് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുവാണ് നിങ്ങൾക്ക് അഭിപ്രായം, ഇത് കണക്ക് രേണു സുധി ഉണ്ടെങ്കിൽ പുതുതായിട്ട് സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി അതിൻ്റെ പരിപാടിയായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് എന്തുവാണ് പറയാനുള്ളത്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും രേണുവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ, അതിനുശേഷം അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്കുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ അതിന് മറുപടിയൊന്നും കൊടുക്കാതാണ് പോയത്. സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്. പക്ഷേ ഈ വട്ടം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാതാണ് പോയേക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തനിക്കത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ ഇല്ലെന്ന് തന്നെയാണ്. കുറച്ച് നാൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് രേണുവിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അവൻ പയ്യനാണ്, അവന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ, അത് തനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ ഇതുവരെ കിച്ചു ഒരു പ്രത്യേകിച്ച് മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല.